കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ഈ സന്ധ്യയിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ദാസിദാസന്മാരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഒരു ശനിയാഴ്ച കൂടെ നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് കൃപ നൽകുന്നല്ലോ. സാധാരണ സാറ്റർഡേ മീറ്റിംഗ് നമ്മൾ കോട്ടേജ് പ്രയർ എന്നാണ് പറയാറ്. നാളുകളായി ഏതാണ്ട് ഒരു വർഷത്തോളമാകുന്നു നമ്മുടെ കോട്ടേജ് പ്രയർ നമ്മുടെ ചർച്ചിൽ തന്നെ നടത്തിയിട്ട്. അടുത്ത ആഴ്ച ഒരു വർഷം ആകുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴും നമുക്ക് കൂടി വന്ന് ആരാധിക്കുവാനായിട്ട് ദൈവം പല അവസരങ്ങൾ പല വിധത്തിൽ ദൈവം തുറന്നു തന്നു. പല സാഹചര്യങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാൻ നമുക്കിടയായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് വന്ന് പാടി സ്തുതിപ്പാൻ ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ചിലർ ഓൺലൈനിലുണ്ട്. അവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മുഖം കാണാൻ നിവൃത്തിയില്ലെങ്കിലും നിങ്ങൾ അവിടെ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, ആശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പാടി സ്തുതിപ്പാൻ മനോഹരമായ ആത്മീയ അർത്ഥമുള്ള ഗാനങ്ങൾ ഇന്ന് രാത്രിയിലും പാടി ദൈവത്തെ വാഴ്ത്താൻ, ദൈവം എത്ര നല്ലവനെന്ന് ഒരിക്കൽ കൂടെ വർണ്ണിപ്പാൻ ദൈവമായ കർത്താവ് കൃപ നൽകുന്നല്ലോ. എനിക്കറിയില്ല എത്ര പേര് ആത്മാർത്ഥമായി ആ പാട്ടുകളുടെ വരികളിൽ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പാടി എന്ന് എനിക്കറിയില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ വന്ന് ഇരുന്നപ്പോൾ ശരീരത്തിൽ അല്പമായ പ്രയാസവും ക്ഷീണമൊക്കെ എനിക്കുണ്ടായിരുന്നെങ്കിലും ആരാധന ആരംഭിച്ചപ്പോൾ എൻ്റെ ക്ഷീണം മറന്ന് ഞാൻ ദൈവത്തെ സ്തുതിപ്പാനിടയായി. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ക്ഷീണമോ നമ്മുടെ മനപ്രയാസമോ ആരാധനയിൽ നമ്മെ തടഞ്ഞു വയ്ക്കുവാൻ ഇടയാകത്തില്ല. The Bible says there is freedom in spirit. There is freedom in the presence of God. So when a child of God is in the presence of God, he forgets every other things. Even maybe he may be weak, he may be sick, he may be ill in his heart, but when he is in the presence of God with the saints of God rejoicing together, worshiping, singing, and he cannot keep quiet and he will join in worship. That's what we all experience. Amen. So tonight also the presence of God is real here, so we can experience and enjoy the power of the Holy Spirit. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചലനം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പാട്ടുകളിൽ, ആരാധനയിൽ, ദൈവവചന ധ്യാനത്തിൽ ദൈവശക്തി പുറപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ഞാൻ പ്രാർത്ഥനയിൽ പ്രാപിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പ്രാർത്ഥനയിൽ, ഒരു ചെറിയ കൂട്ടായ്മയിൽ, ഒരു കോട്ടേജ് പ്രയറിൽ, ഒരു ഉപവാസ പ്രാർത്ഥനയിൽ, ഒരു ഭവനാരാധനയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവപ്രവൃത്തിയെ നിരസിക്കുന്നില്ല, തള്ളിക്കളയുന്നില്ല. ഇന്നു രാത്രിയിൽ നമ്മളൊരല്പം ജനമേ ഉള്ളുവെങ്കിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. And I strongly believe that God can still do wonders in the midst of His people, even though we are few in numbers. We believe that God is in the midst of His people. Wherever 2 or 3 gathered in the name of the Lord, His presence is there. So tonight, even tonight, God can do wonders in your life. So humble yourself and sit in the presence of the Lord. Yield for the lead of the Holy Spirit. Doesn't matter who speaks behind the pulpit. It's all the Holy Spirit. Pray that the Holy Spirit minister to us tonight. Including myself, I need a deliverance, and I pray tonight, Lord, speak to me. When I open my mouth to speak the word, and I pray that every time that I preach, Lord, speak to me as well. As you speak through me to your people, Lord, speak to me as well. That's my prayer every time I stand on the pulpit. But even tonight, that I know that God will speak to my heart, as He speaks to you. Hallelujah. So let's sit in the presence of the Lord with an expectation of receiving from the Lord. And I'm not thinking that I can bring you a new thought, because you all read the Bible and study the Word of God very well, that I'm well aware of that. But I'm humbling myself in the presence of God tonight, and I pray that, God, it's not my knowledge or my wisdom. It's not that something that I learned, but Lord, I submit myself to speak through me to your people, so that I can also be blessed. ദൈവം എന്നിലൂടെ ഇന്ന് രാത്രി സംസാരിക്കണമേ എന്നാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്.
ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു മലമുകളിൽ ചെന്നു പ്രസംഗിപ്പാൻ തുടങ്ങി. മത്തായി സുവിശേഷം 5-ാം അധ്യായം വായിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ്? അവൻ പ്രസംഗിപ്പാൻ മലയിലേക്ക് കയറി. മലപ്രസംഗം എന്ന തലക്കെട്ടോടുകൂടി നമ്മൾ തിരിച്ചറിയുന്ന ഒരു വലിയ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നമ്മൾ പഠിക്കുന്ന ദ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറഞ്ഞ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബൈബിൾ പോർഷനാണ് മാത്യു ചാപ്റ്റർ 5. Starting from chapter 5, 1 to chapter 7. The whole topic that you can title it as the Sermon on the Mount. The great teachings of Jesus Christ that he started speaking to the crowd. And I'm not able to bring everything that is in the passage, but I'm going to start with it. And I don't know where I will stop tonight, but I'm going to speak it out. So when I begin to read this, even now, even tonight when I speak this, some of you may think that, Pastor, we know this already. We started reading this passage from Sunday school, and we know this and we heard about it. But I don't think that even though we heard from this, we read it and we by-hearted it, so many occasions that we realize it is not well practiced in the church or in the Christian community. So these are the very essential passage, വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്രൈസ്തവ ജീവിതത്തിന് അനിവാര്യമായ വളരെ ശക്തമായ ക്രിസ്തീയ പഠിപ്പിക്കലുകളാണ് ഈ ഗിരിപ്രഭാഷണം എന്ന് നമ്മൾ പറയുന്ന സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് നമ്മൾ പറയുന്ന ഈ വലിയ പാസേജിലുള്ളത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ in our practical Christian life, it is very necessary to learn this again and again and put it into practice. And there is another aspects of this passage is that you must read this again and again in your Christian life to assess and analyze yourself and see where you stand in relationship with God. So it is like a mirror that you can go and look every day. How many times that you look at your mirror in your house? Countless time, right? How many times you just looked at your mirror before you come to the church meeting tonight? എത്ര പ്രാവശ്യം നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങൾ നോക്കി? ദൈവത്തിന് സ്തോത്രം. 100 തവണയെങ്കിലും ഒരു ദിവസം കണ്ണാടിയിൽ നിന്ന് നമ്മൾ മുഖം നോക്കാറുണ്ട്. അത് വീട്ടിലെ ബെഡ്റൂമിൽ തുടങ്ങി, ബാത്റൂമിൽ തുടങ്ങി, വെളിയിൽ വച്ചിരിക്കുന്ന പുറപ്പിൽ വച്ചിരിക്കുന്ന ലോബിയിൽ തുടങ്ങി, കാറിൽ കയറുമ്പോൾ തുടങ്ങി, കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഷീൽഡ് തുറന്ന് വീണ്ടും ഒന്നുകൂടെ, ചർച്ചിൽ കയറാൻ പറ്റുന്നതിന് മുമ്പ് ഒന്നുകൂടെ സമയം കിട്ടിയാൽ പേഴ്സിനകത്തൊന്ന് തുറന്ന് ഒന്നുകൂടെ നോക്കി ഒന്ന് ഉറപ്പ് വരുത്തും. പിന്നെ ഇടയ്ക്ക് റെസ്റ്റ് റൂമിൽ പോകേണ്ടി വന്നാൽ അവിടുത്തെ മിററിൽ വീണ്ടും ഒന്നുകൂടെ നോക്കും. എല്ലാ സന്ദർഭങ്ങളിലും ഒന്നുവിടാതെ മുഖം നമ്മുടെ അപ്പിയറൻസ് കറക്റ്റ് ആണോ എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും പ്രസന്റ് ആകുന്ന, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പിയർ ആകാൻ ഇടയാകുക. എന്തിനാണ്? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ എൻ്റെ രൂപം, എൻ്റെ എൻ്റെ അനന്തരത്തിന് പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെയാണോ ഞാൻ നോക്കിക്കാണുന്നത്, മറ്റുള്ളവർ എന്നെ നോക്കിക്കാണുന്നത് എന്നറിയുവാനുള്ളൊരു വ്യഗ്രത. എന്തെങ്കിലും അപാകതകൾ എൻ്റെ വേഷഭൂഷാദികളിൽ ഉണ്ടോ എന്നറിയുവാനുള്ള എൻ്റെ അതീവ തീവ്രമായ താല്പര്യം. എവിടെയെങ്കിലും ഒരു റിഫ്ലക്ഷൻ മിറർ കണ്ടാൽ അതിലേക്ക് ഞാൻ അറിയാതെ എന്നെ തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവണത എല്ലാവർക്കുമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ നമ്മൾ പോലും അറിയാതെ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഔട്ട്വേർഡ് അപ്പിയറൻസ് മേക്ക് ഷുവർ ചെയ്യാൻ സദാകാലം നാം ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരാത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മീയ ജീവിതം പരിശുദ്ധവും പക്വതയാർന്നതുമാണെന്ന് തിരിച്ചറിവുണ്ടാകുവാൻ, ഉറപ്പ് വരുത്തുവാൻ ഏത് സമയവും ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ശരിയാണോ എന്ന് എന്നെ തന്നെ പരിശോധിക്കുന്ന ഒരു പ്രവണത എന്നിൽ എല്ലാ കാലവും നിലനിൽക്കേണ്ടിയിരിക്കുന്നു. It is a must for a Christian to make sure that you are doing everything right according to the will and purpose of God. So go to the Word of God and look at the Word of God as you look at a mirror and make sure that you are right with God. So when you come to this passage, it is a very interesting passage. I must know that some of you have already by-hearted this chapter 5, at least beginning verses. So
I'm just going to go through some of the verses, so then we will conclude with benediction at the end of the meeting. So the passage that I'm going to take tonight for meditation is Matthew chapter 5, verse 1 to 12. All right, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ തന്നെ ഓരോ വാക്യങ്ങളായിട്ട് നിർത്തി പറഞ്ഞു പോകാം. ഒന്നാമത്തെ വാക്യം ഇങ്ങനെ തുടങ്ങുന്ന: അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. Verse 1, just I read. യേശു ഒരു വലിയ പുരുഷാരത്തെ കണ്ടു. He saw a multitude. So he is standing at the front of a multitude. I don't think that I'm standing in front of a multitude. This is not a multitude. This is a handful of people sitting in front of me. This is not a crowd, right? We are a small group as a church family tonight, sitting in the presence of God and listening to the word of God. But the passage describes about a great multitude. It could be thousands, maybe more than that. Amen. So great multitude always came to listen to the word of God, what Jesus preached. Now he began to preach. പ്രസംഗം ആരംഭിക്കുകയാണ്. ഒരു വലിയ കൺവെൻഷന്റെ പ്രതീതി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കാണാം. 10,000 പങ്കെടുക്കുന്ന ഒരു വലിയ കൺവെൻഷൻ പന്തലിൽ സ്റ്റേജിൽ പ്രസംഗകൻ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ശാന്തരായി ജനമെല്ലാം ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് പോലെ യേശു കർത്താവ് പ്രസംഗിക്കും എന്ന് കരുതി ഒരു വലിയ കൂട്ടം ജനം ഒരു മലയുടെ താഴ്വാരത്ത് നിരന്നിരിക്കുകയാണ്. A great multitude sat down to listen to the Son of God. But he had to climb the mountain so that the great multitude can see him. Right? So നിങ്ങളൊരു വലിയ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്നാൽ നിങ്ങളെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല, നിങ്ങൾ പറയുന്നത് എല്ലാവരും കേൾക്കത്തില്ല. നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന വലിയ ക്രൗഡിനെ നിങ്ങളെ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടി, നിങ്ങളെ ശ്രദ്ധിക്കുവാൻ വേണ്ടി ഉയർന്ന സ്ഥലത്തേക്ക് നിന്നിട്ട് വേണം നിങ്ങൾ അവരോട് സംസാരിക്കുവാനിടയാകുന്നത്. അങ്ങനെ എന്നതുപോലെ യേശു കർത്താവ് മലയുടെ മുകളിലത്തെ തലത്തിലേക്ക് കയറിപ്പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇങ്ങനെയാണ്. Verse 1, can you display that for me? Verse 1 it says, അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി. അവൻ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ആരവന്റെ അടുക്കൽ ചെന്നു? ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു. This is a very important thing that you need to know. Only disciple went and climbed up to the mountain where Jesus sat down, not the crowd. That means the whole crowd, every single person in the crowd are not disciples. The disciples that you can see, who are the disciples? They were ready to climb the mountain to be with Jesus at the top of the mountain where he sat down. The disciple is one who decides to walk with his master all the time. Wherever he goes, he follows. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു പോയിടത്തെല്ലാം അവനെ പിന്തുടർന്നു. ആരാണ് ശിഷ്യൻ? യേശുവിൻ്റെ കൂടെ നടക്കുന്നവനാണ് ശിഷ്യൻ. യേശുവിനോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ശിഷ്യൻ. ക്രൗഡ് എപ്പോഴും ശിഷ്യഗണത്തിൽ വരത്തില്ല. ഒരു ക്രൗഡിലുള്ളവരെല്ലാം ഒരു പുരുഷാരം മുഴുവൻ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ പുരുഷാരത്തിൽ നിന്നും വേർപെട്ട് യേശു ഇരിക്കുന്നിടത്തേക്ക് കയറിപ്പോകുവാൻ മനസ്സ് കാണിച്ച ഒരു ചെറിയ കൂട്ടത്തെയാണ് ശിഷ്യന്മാർ എന്ന് വേദപുസ്തകം പറയുന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്താൽ മതി. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? യേശുവിനോടൊപ്പം നടക്കുന്നു എന്ന് നിങ്ങൾ അഭിമാനിക്കുകയും അവകാശം പറയുകയും ചെയ്യുമ്പോൾ യേശു എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടോ? യേശുവിനോട് കൂടെ നിൽക്കുവാൻ, മലമുകളിൽ കയറി അവനോടൊപ്പം ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ മനസ്സ് വയ്ക്കുന്നവനാണ് അവന്റെ യഥാർത്ഥ ശിഷ്യൻ. പുരുഷാരം വന്നത് എന്തെങ്കിലും പ്രാപിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ, ശിഷ്യന്മാർ വന്നത് പ്രാപിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവനിൽ നിന്ന് പ്രാപിച്ച് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ്. So the attitude is different from the crowd and the disciples. Amen. If you want to title that particular Bible portion, you can call this as a beatitude.
That should be your attitude. The things that Jesus speaks from the mountain. The following passage describes certain things. I may be able to tell you 5 or 8 points tonight. So those things are called beatitude. That should be your attitude as a Christian. യേശുവിന്റെ ശിഷ്യനായി ഇരിക്കണമെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ, നിന്റെ ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യസ്തതയുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. നീ ലോകത്തെ പോലെയല്ല, നീ മൾട്ടിറ്റ്യൂഡിനെ പോലെയല്ല, നീ ക്രൗഡിനെ പോലെയല്ല. നീ ക്രൗഡിനൊപ്പമല്ല നിൽക്കുന്നത്, നീ കർത്താവിനൊപ്പമാണ് നിൽക്കുന്നത്. നീ പുരുഷാരത്തോടൊപ്പമല്ല നിൽക്കുന്നത്, നീ ഗുരുവിനോടൊപ്പമാണ് നിൽക്കുന്നത്. ശിഷ്യനാണെങ്കിൽ ഗുരുവിനോടുകൂടെയാണ് നിന്നെ കാണേണ്ടത്. ആമേൻ. Hallelujah. ഇന്ന് ജനത്തിന് പുരുഷാരത്തോടു കൂടെ നിൽക്കാനാണ് ഇഷ്ടം. Where there is a crowd, I will be there. People wants to be the part of the crowd. People wants to be in the midst of the multitude. They don't want to stand with the teacher. They don't want to stand with the prophet. They don't want to stand with the preacher. They don't want to stand with the Son of God. They don't want to stand with the Savior. Rather, they choose to stand with the crowd and the multitude. They think the crowd will go to the heaven. No, but the Savior can only take you to the heaven. Hallelujah. ഏറ്റവും വലിയ ജനമുണ്ടെന്ന് വിചാരിച്ച് അവരാണ് റൈറ്റ് എന്നൊരിക്കലും വിചാരിക്കരുത്. വലിയ ക്രൗഡ് വന്നെന്ന് വിചാരിച്ച്, ഏറ്റവും ഭൂരിപക്ഷമുണ്ടെന്ന് വിചാരിച്ച് അവരാണ് സത്യമെന്ന് കരുതരുത്. സത്യമൊന്നേയുള്ളൂ, അതാണ് യേശു ക്രിസ്തു. യേശുവിനോട് കൂടെ നിൽക്കുന്നവനാണ് ശരിക്കുമുള്ള ദൈവത്തിന്റെ പൈതൽ. അവനാണ് ശിഷ്യൻ. അവനെയാണ് ശിഷ്യൻ എന്ന് വിളിക്കേണ്ടത്. The attitude that you should have. All right. ഒന്നാമത്തെ വാക്യം, രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ തിരുവായി മൊഴിഞ്ഞു, വേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 2 and 3. അവൻ തിരുവായി മൊഴിഞ്ഞു അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, വേഴ്സ് 3, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. Praise the Lord. It's a beautiful phrase. Hallelujah. But unfortunately, some of us doesn't know the meaning of this. Hallelujah. It is a very simple passage, but some of us don't know the meaning of it. So, number 1, the attitude that I should have, the attitude of that I need God. That's what the meaning of that passage, right? Verse 3, blessed are the poor in spirit. What does that mean? So poor in spirit. That means I have a hunger. I want God in my life. എനിക്ക് ദൈവം, ഇനിയും എനിക്ക് ദൈവമില്ലാതെ, ഇനിയും എനിക്ക് ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാഭിഷേകം പ്രാപിച്ച് 2 അന്യഭാഷയൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വിചാരം, നമ്മളെ പിന്നെ പിടിച്ചപ്പെട്ടില്ല, നമ്മൾ വലിയ ആത്മീയരെന്നാണ് നമ്മുടെ വിചാരം. ഇടയ്ക്ക് 1-2 ദർശനവും വെളിപ്പാടും ഒക്കെ നമ്മൾ കാണാൻ തുടങ്ങിയ പിന്നെ നമ്മളെ സ്റ്റേജിൽ പോലും കിട്ടത്തില്ല, ഒരു പ്രോഗ്രാമിന് പോലും നമുക്ക് ഡേറ്റ് കിട്ടത്തില്ല. വലിയ പ്രയാസമാണ്, വലിയ തിരക്കായി പിന്നെ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, വേദപുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്താണ് ആത്മാവിന്റെ ദാരിദ്ര്യം? എന്താണ്? Your attitude should be like, I need God even more. Even tonight I need him more. I'm not satisfied with it. I'm not content with what I have right now. I need God in my life for everything. എനിക്ക് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് കർത്താവ് വേണം, എനിക്ക് ഉറങ്ങാൻ പോകുമ്പോൾ എനിക്ക് കർത്താവ് വേണം, എൻ്റെ യാത്രയിൽ എനിക്ക് കർത്താവ് വേണം, എൻ്റെ ജോലിയിൽ എനിക്ക് കർത്താവ് വേണം, എൻ്റെ ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളിലും എൻ്റെ കർത്താവ് എനിക്ക് വേണം, എൻ്റെ കുടുംബ ജീവിതത്തിൽ എനിക്ക് കർത്താവ് വേണം, എൻ്റെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് കർത്താവ് വേണം, എൻ്റെ ദാമ്പത്യത്തിൽ എൻ്റെ കർത്താവ് വേണം, എൻ്റെ ജോലിയിൽ എനിക്ക് എൻ്റെ കർത്താവ് വേണം. You cannot just leave God somewhere and go away for some time. I have an attitude that I need him every single hour and second of my life. That's my attitude. എനിക്ക് ഞാൻ എല്ലാം തികഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇന്നും ദൈവത്തിനായി കൊതിക്കുന്നു, ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു. I need him more and more. Verse 3. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവ് പറയുന്നു, അങ്ങനെയുള്ള ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത്. That means you have a place
in the kingdom of God. People with that attitude that I need God more again and again. That the thirst that you have, the eagerness that you have to go to church again, to hear the message again, to pray again, to sing that same song again and again, to go back to every single prayer meeting again and again. It is never boring, because it is not a show off of any leader or a pastor or any member of the church, but it is all about that I need God in my life. Hallelujah. I'm not going there to watch that who is coming with what dress outfit, or in any kind of traditional dress, or how they look like, how they're going to appear, or how they're going to be there. I'm not there for any other business. And every single time that I get a chance to go and pray together, I go there because I want God more. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നത് എൻ്റെ പ്രശ്നമല്ല, മറ്റുള്ളവർ എന്തിനു വരുന്നു എന്നത് എൻ്റെ പ്രശ്നമല്ല. ഞാൻ പോകുന്നത് പ്രാർത്ഥിക്കാനാ, ദൈവത്തിന് വേണ്ടിയാ, ദൈവത്തെ കാണാനാ, ആത്മാവിൽ ആരാധിക്കാനാ, ദൈവ സാന്നിധ്യം അവൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാനെല്ലാം തികഞ്ഞവനായി ആത്മീയനായി വീട്ടിലിരിക്കുകയില്ല, ഒറ്റയ്ക്ക് ഒത്തു വന്നാൽ പോകാമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. ഒരവസരമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം, വിശുദ്ധന്മാരോട് കൂടെ എനിക്ക് കൂട്ടായ്മയെ ആചരിക്കണം. അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ സ്ഥാനമുണ്ടെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. That means you have a place in the kingdom. Yes, that's what it means. All right, jumping into the next one. Verse 2, രണ്ടാമത്തെ വാക്യം. അവൻ നാലാമത്തെ വാക്യം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻ. അത് വളരെ കോൺട്രഡിക്ടറി ഉള്ളൊരു കാര്യമോ. ദുഃഖിക്കുന്നവർ എങ്ങനെയാണ് ഭാഗ്യവാന്മാരാകുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? The people who are grieving for their lost. We have so many losses in our life. We lose people, our dear ones, important ones in our life. We lose our dear ones. That's a great loss of a human being, right? When we lose our dear ones, we lose so many other things as well. Sometimes we lose our peace. Sometimes we lose our happiness. Sometimes we lose our wealthness. Sometimes we lose all things in our life. There are people grieving. ദുഃഖിക്കുന്നുണ്ട്, കരയുന്നുണ്ട് ആൾക്കാര്. അവരുടെ നഷ്ടങ്ങളെ ഓർത്ത് അവർക്ക് കരയാൻ, ദുഃഖിക്കാൻ ഒരു മനസ്സുണ്ട്. People with an attitude, they're grieving, they're grieving because of their loss. All right? So what it says, നാലാമത്തെ വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. That means God recognize you. നിങ്ങളെ കംഫർട്ട് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദുഃഖിച്ച് കരയുന്നവരെ, വേദനിക്കുന്നവരെ, നിങ്ങളുടെ നഷ്ടം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ, നിങ്ങളുടെ നുറുക്കത്തിൻ്റെ, നിങ്ങളുടെ തകർച്ചയുടെ ആഴം തിരിച്ചറിയാൻ മനുഷ്യന് സാധിക്കത്തില്ല. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് സാധിക്കത്തില്ല. നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് സാധിക്കത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കത്തില്ല. സഭയുടെ പാസ്റ്റർക്ക് സാധിക്കത്തില്ല. പക്ഷെ നിന്റെ നുറുക്കം, നിന്റെ ഞരക്കം, നിന്റെ വേദന, നിന്റെ നഷ്ടം, ഇത് നന്നായിട്ട് അറിയുന്ന ഒരുവനേ ഉള്ളൂ. അത് സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ ദൈവമാ. ആ ദൈവമാ പറയുന്നത്, ദുഃഖിക്കുന്ന നീ ഭാഗ്യവാൻ, നിനക്ക് ആശ്വാസം ലഭിക്കും. That means God's heart is after those who are grieving. നിന്നോട് കൂടെ ദുഃഖിക്കുന്ന ഒരു മനസ്സാണ് എൻ്റെ ദൈവത്തിന്റെ മനസ്സ്. നിന്റെ ഹൃദയം പിടയ്ക്കുമ്പം നിനക്ക് വേണ്ടി ആവലാതിപ്പെടുന്ന ഒരു ഹൃദയമാണ് സ്വർഗത്തിൽ ദൈവത്തിന്റെ ഹൃദയം. നീ നുറുങ്ങുമ്പം, നീ വേദനിക്കുമ്പം നിന്നെ ഓർത്ത് വേദനിക്കുന്ന ഒരു മനസ്സാണ് ദൈവത്തിന്റെ മനസ്സ്. നിന്റെ വേദനകൾ തിരിച്ചറിയുന്ന ഒരു മനസ്സുണ്ട് സ്വർഗത്തിൽ. നിന്റെ കണ്ണുനീര് കണ്ടിട്ട് അടങ്ങിയിരിക്കാൻ കഴിയാത്ത ഒരുവനുണ്ട് സ്വർഗത്തിൽ. നിന്റെ നിലവിളി കേട്ടിട്ട് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റാത്ത ഒരുവനുണ്ട് സ്വർഗത്തിൽ. അവന്റെ പേരത്രേ യേശുക്രിസ്തു. നീ കരയുമ്പോൾ, നിന്റെ വേദന കാണുമ്പോൾ നിന്നോടൊപ്പം കരയുന്ന ഒരുവന്റെ പേരാ യേശുക്രിസ്തു. ലാസർ മരിച്ചതും അവന്റെ സഹോദരിമാർ ദുഃഖിച്ച് കരയുന്നതും കണ്ടപ്പോ അവന്റെ ഹൃദയം നൊന്ത് കലങ്ങി. യേശു കണ്ണുനീർ വാർത്തു. Bible says Jesus wept at the tomb of Lazarus.
when he saw the people crying and his sisters grieving. He has a heart. He has a heart who understands your pain of lostness. നിന്റെ വേദന അവന് തിരിച്ചറിയാം. നിന്റെ grieveness അവന് തിരിച്ചറിയാം. നിന്റെ നഷ്ടബോധം അവന് തിരിച്ചറിയാം. നിന്നോട് ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി നൊന്ത് കലങ്ങുന്ന ഒരു ഹൃദയമുണ്ട് എനിക്ക്. നിന്നെ ഞാൻ ആശ്വസിപ്പിക്കാം. നിന്റെ വേദനകളിൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. നിന്റെ കഷ്ടതകളിൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. നീ നൊന്ത് കലങ്ങുന്ന ഒരു വ്യക്തിയാണോ? നീ വേദനിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ വേദനയിൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ ആശ്വസിപ്പിക്കാം. I will come down to comfort you. Jesus says, when you are in grieveness, he is there with you to comfort you. Amen. Praise the Lord. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ്, വെരി ഇമ്പോർട്ടൻ്റ്. നെക്സ്റ്റ്, തേർഡ് വൺ, വേഴ്സ് 5. I want some of you can read verse 5. Malayalam or in English. Blessed are the meek. This topic has been spoken again and again in every churches. Meekness. Praise the Lord. എന്താണ് അതിൻ്റെ മലയാള വാക്യം? സൗമ്യതയുള്ളവർ. Meekness. സൗമ്യത. What that means? How do I find meekness in my life? How do I know that someone has that attitude? Do I have that attitude in my life? Do I produce that attitude any time in my life? What does that mean? Meekness. സൗമ്യത. യേശു പറയുന്നു, blessed. You are blessed because you have meekness, your attitude, right? It means humility, humbleness. Amen. Humility needs to be preached again and again. Humbleness, something that we stumble on all the time. Hallelujah. നമ്മൾ പലപ്പോഴും തട്ടിയിടറുന്ന ഒരു കല്ലാണ് താഴ്മ. Humbleness, humility. Hallelujah. Humility or humbleness is one of the key to enter the kingdom of God. God loves humility, but he hates pride. അഹങ്കാരം ദൈവത്തിന് ഇഷ്ടമല്ല കേട്ടോ. അഹങ്കാരികളെല്ലാം താളടിയാകും. വചനം പറയുന്ന അങ്ങനെ. ദൈവത്തിന് സ്തോത്രം. Hallelujah. Are you willing to take the last seat or you want the first seat? What is the standard of your humbleness? Are you trying to hurt back the same person who hurt you last week? Are you still planning on it? You still have that gut feeling in your heart? Even tonight you carry that, the bitterness that somebody hurts you through the word or work. Maybe in the house or in the workplace or your study or anywhere in the world that you get hurt. You still thinking to hurt back? What is your standard of humbleness? What do you mean by humility? എന്താണ് താഴ്മ? Praise the Lord. We see all the time in and around arguments to win. I want to be the right person all the time. My point should be the right point all the time. And whatever that I suggest is the best. Whatever that I recommend should come to pass. Whatever that I figure it out is always right. I want to be right. I'm not going to give up for anyone's suggestion. I'm not willing to negotiate. I am the right. What is our standard of humbleness as a Christian? സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? വഴക്കുണ്ടാക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സൗമ്യത എന്ന് പറയുന്നത്. അങ്ങനെ വഴക്കുണ്ടാകാതിരിക്കാൻ നമുക്ക് എങ്ങനെ പറ്റും? വഴക്കുണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറയും. വഴക്കുണ്ടാക്കാനാണോ വഴക്കുണ്ടാക്കാതിരിക്കാനാണോ എളുപ്പം? നിങ്ങളാരും ഒന്നും പറയുന്നില്ല. ഹല്ലേലൂയ. സന്തോഷമുള്ളവരല്ലേ പറഞ്ഞേ? ഇത്ര പോരാ, സാരമില്ല, ഐ നീഡ് ടു കംപ്ലീറ്റ് ദിസ്. ഞാൻ അതിന് ശേഷം നിങ്ങളെ കൊണ്ട് ഹല്ലേലൂയ പറയിക്കാം ഒടുവിൽ.
പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവിൻ്റെ വചനം എന്നാ പറയുന്ന അറിയോ? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് കിട്ടും? അവർ ഭൂമിയെ അവകാശമാക്കും. നമുക്ക് ഭരിക്കാനുള്ള വെപ്രാളമാണ്, അധികാരത്തിൻ്റെ മോഹം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഏറ്റവും അറിവുള്ളവൾ എന്ന് വരുത്തി തീർക്കുവാനുള്ള തിടുക്കം. ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, സ്കിൽഫുൾ, ഭയങ്കര മിടുക്കിയാണ് ഞാൻ എന്ന് വരുത്താനുള്ള നമ്മുടെ ഒരു ആവേശമാണ്, ഭരിക്കുവാനുള്ള ആവേശം. പക്ഷേ നിങ്ങൾ ദൈവവചനം പഠിച്ചിട്ടില്ലേ? നിങ്ങൾ ഭൂമിയെ ഭരിക്കും. നിങ്ങൾ ഭൂമിയെ ഭരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സൗമ്യത വേണം. കർത്താവ് പറഞ്ഞു, നീ എന്നോട് കൂടെ ഇരുന്ന് ഭൂമിയെ ഭരിക്കും. യു വിൽ ബി ഗിവൺ എ റീജിയൻ ടു റെയിൻ വിത്ത് ഹിം. You will rule this world one day. Amen. Now or later in future. That is a promise by God. ഇവിടെ വെച്ച് ഈ ലോക ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ വരുവാനുള്ള ലോകത്തിൽ നിനക്ക് ആ ഭാഗ്യം ലഭിക്കും. അത് ലഭിക്കണമെങ്കിൽ നിനക്കൊന്നുണ്ടാകണം? ഇപ്പോ ഹംബിൾനെസ് ഉണ്ടാകണം, ഹ്യൂമിലിറ്റി ഉണ്ടാകണം. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന നിമിഷത്തിൽ നിനക്ക് ഹ്യൂമിലിറ്റി ഉണ്ടായില്ലെങ്കിൽ, നിനക്ക് ഹംബിൾനെസ് ഉണ്ടായില്ലെങ്കിൽ നിനക്കത് ലഭിക്കത്തില്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് കൂടെ ഭരിക്കുവാൻ, ലോകത്തെ നേടുവാൻ നിനക്ക് ദൈവം അവസരം തരാമെന്ന് നീ സൗമ്യതയോടുകൂടെ ജീവിച്ചാൽ, നിന്റെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നാൽ ദൈവം നിനക്കതിനെ അവകാശമാക്കി തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ പോവുകയാണ്. ആറാമത്തെ വാക്യം വേഴ്സ് 6. ഹങ്കർ. What do you mean by hunger? വിശക്കുന്നവർ ആരാ? നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ. Hunger and thirsty for God. People those who have hunger, like I said before, the people those who are craving for God. Oh, what are we craving for? What are we craving for? We are craving for the vaccine. Praise the Lord. We got the first shot. What happened if we don't get the second shot? We are so much craving for the second shot to arrive. ആദ്യത്തെ ഷോട്ട് കിട്ടിയവരൊക്കെ രണ്ടാമത്തെ ഷോട്ട് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാകും, പേടിച്ചിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫാർമസി വിളിച്ച് ചോദിക്കും, വന്നിട്ടുണ്ടോ, കിട്ടുമോ? Hallelujah. Praise the Lord. What are the world craving for? ഇന്ന് ലോകം എന്തിനാണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. Are we the people who crave for God? ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവത്തിനായി വിശപ്പും ദാഹവും ഇന്ന് രാത്രിയിൽ എത്ര പേർക്കുണ്ട്? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഇവിടെ വന്നത് വലിയ കാര്യമാണ്. I really appreciate you for coming even tonight with the limitations. I salute you for that. I have great heart for you that you made it. But let me ask you, either you are here or watching us online and listening to this message tonight, doesn't matter. This is what I want to ask you. Are you craving for God even tonight? ദൈവത്തെ അന്വേഷിക്കാനുള്ളൊരു വ്യഗ്രതയുണ്ടോ? അതിനൊരു വിശപ്പുണ്ടോ? സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കൊരു പരവേശമാണ്. സമയത്തിന് മരുന്ന് കിട്ടിയില്ലെങ്കിൽ നിനക്കൊരു വെപ്രാളമാണ്. സമയത്തിന് നിന്റെ പേച്ചക്ക് വന്നില്ലെങ്കിൽ നിനക്കൊരു വെപ്രാളമാണ്. പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നിനക്ക് എത്രത്തോളം ദാഹവും വിശപ്പുമുണ്ട്? ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഒരു ആരാധനയ്ക്ക് വേണ്ടി, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, ഒരു സ്തോത്രത്തിന് വേണ്ടി, ഒരു സ്തുതിക്ക് വേണ്ടി, ഒരു യാഗമർപ്പിക്കുന്നതിനായി നിനക്ക് എത്രത്തോളം നിനക്ക് വ്യഗ്രതയുണ്ട്, വേവലാതിയുണ്ട്, അതിനെക്കുറിച്ച് നീ ദാഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മറ്റൊരു പരിപാടിയും ഇല്ലെങ്കിൽ, ഒരാൾ ഇടയ്ക്ക് പറഞ്ഞതാ, ഇന്ന് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു പാസ്റ്ററെ, അതുകൊണ്ട് ഞാൻ മീറ്റിങ്ങിന് വന്നു. യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. ഒരു പരിപാടിയും ഇല്ലെങ്കിൽ പോകാനുള്ള സ്ഥലമല്ല പ്രാർത്ഥനാലയം. I have so many other things to do, but I left everything behind and I choose to be here. That is what I am. That is my attitude. I'm tired tonight. You are not tired to go to the city. You are not tired to go to the restaurants, and you are not tired to go and visit your friends all the week. But you are so tired to come to the Sunday morning service. What is that attitude means? What kind of attitude that is? I'm speaking about attitude tonight.
What is an attitude? What is your mentality about Christian life? പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത എന്താ? ആരാധനയെക്കുറിച്ചുള്ള ചിന്ത എന്താ? കൂട്ടായ്മയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത എന്താ? വിശുദ്ധന്മാരുമായുള്ള കൂട്ടായ്മയെക്കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുവാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എന്താ? നിങ്ങൾക്ക് എത്രമാത്രം വിശപ്പുണ്ട് ദൈവത്തെ പ്രാപിക്കുവാൻ, ദൈവവചനത്തെ പ്രാപിക്കുവാൻ, ദൈവത്തിന് ആരാധന കൊടുക്കുവാൻ? Hallelujah. Praise the Lord. We have so many other things happening in our family. We cancel so many other things and we will get ready to go and attend that thing because that is so special. If you have a wedding happening in your family, you may take a day off to go and attend the wedding. If something else happening, important things happening in your family, you cancel all your appointments and choose to be there. It is all waste of time when you are not ready to go to church. Hallelujah. Praise the Lord. Praise the Lord. എനിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ കർത്താവിനെ ആരാധിക്കണം. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണമെങ്കിൽ എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. And I have so big heart for those people, those who are coming even after your long shift of work and even working so hard for so many days without stopping. You are still tired but you are still praying and worshiping and rejoicing in the presence of God. Maybe you are ill in your body but you are still in the church praying and worshiping and rejoicing in the presence of God because you have an attitude to please God, not any man. That should be our attitude. That's what I call beatitude. Praise the Lord. Hunger for God. What are you longing for tonight? What is right with God? God says, if you have that hunger, I will fill you up. And I will satisfy you abundantly, regardless of what your bank balance is, regardless of what your wealthness is, regardless of what health condition you have, and I will satisfy you. There are people out there have everything but they are not satisfied in their life. They have a high pay salary, they are not satisfied. Their bank balance is so good and high, they are not satisfied. They have good health and beauty, they are not satisfied. They have luxurious houses and cars, they are not satisfied. There are people have everything that you can name of, they are not satisfied. But God says, if you are hunger for the Lord, I will satisfy you. Maybe your account balance is zero. Maybe you are minus. Maybe you are running minus. You are running really low. Your health is low. Your health condition, your all other conditions are really low. But in the midst of all that, you have a satisfaction. എനിക്കൊന്നുമില്ലെങ്കിലും എനിക്ക് സംതൃപ്തിയുണ്ട്. അത് പറയാൻ പറ്റുമോ? എനിക്കൊന്നുമില്ലെങ്കിലും എനിക്ക് സംതൃപ്തിയുണ്ട്. എനിക്ക് ആരോഗ്യമില്ല, എൻ്റെ ശരീരം ക്ഷീണിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കയ്യിൽ കാശില്ല, വേണ്ടും പോലെ ചെലവാക്കാൻ എനിക്ക് പൈസയൊന്നുമില്ല, എനിക്ക് നല്ല ജോലിയില്ല, നല്ല വരുമാനമില്ല, മറ്റുള്ളവരെ പോലെ മാനേജ് ചെയ്യുവാനുള്ള ഇൻകം ഒന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, എനിക്ക് സംതൃപ്തിയുണ്ട്. എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയുന്നു. പലപ്പോഴും നോക്കുമ്പോൾ എൻ്റെ ബാലൻസ് എപ്പോഴും ഞാൻ നിങ്ങളോട് ഇല്ലായ്മ പറയുകയല്ല, ഞാൻ ഇത് പറയാൻ വരിക, എൻ്റെ ദൈവനാമമഹത്വത്തിന് വേണ്ടി പറയുക. എൻ്റെ ബാലൻസ് നോക്കുമ്പം പലപ്പോഴും ലോയ എൻ്റെ അക്കൗണ്ടിൽ, പക്ഷെ എനിക്കൊരു നന്മയ്ക്കും കുറവില്ല. എൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. ഐ എം കണ്ടന്റ് വിത്ത് വാട്ട് ഐ ആം, ബട്ട് ഗോഡ് ഗീവ്സ് മീ ഈ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ ഗ്രീഡി ആകുന്നില്ല. അയ്യോ എനിക്കതില്ലല്ലോ, എൻ്റെ കയ്യിൽ കാശില്ലല്ലോ, നാളത്തെ ആവശ്യത്തിന് പൈസ ഇല്ലല്ലോ എന്ന് ഞാൻ ഭാരപ്പെട്ട് ടെൻഷൻ അടിക്കാറില്ല. ഞാൻ ഇന്നുള്ളത് വെച്ച് സംതൃപ്തനാണ്. അതെവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം തന്നതാ. ദൈവം തന്ന സമാധാനമാ. സംതൃപ്തി ദൈവം തരണം. അത് എത്ര കൂടുതൽ പൈസ ഉണ്ടെങ്കിലും കിട്ടത്തില്ല. പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ അത് ദൈവം തരണം. അതാ ഞാൻ പറഞ്ഞ്, പണം വാരിക്കൂട്ടാനുണ്ട്, പക്ഷെ സംതൃപ്തിയില്ല, ഒന്നിലും സംതൃപ്തിയില്ല. ഹല്ലേലൂയ. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അതുണ്ടാകണമെങ്കിൽ you must have a hunger for God to be satisfied. He says,
I will satisfy you. I will fill you up and I will satisfy you abundantly. Praise the Lord. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരുത്തും. തൃപ്തിയുള്ളവരൊരു ഹല്ലേലൂയ പറഞ്ഞേ. ചിലർക്കൊന്നും തൃപ്തിയായിട്ടില്ല. ഈ പ്രസംഗം തീരുമ്പോഴത്തേക്കും നിങ്ങളും തൃപ്തരാകും. പ്രൈസ് ദ ലോർഡ്. അടുത്ത പോയിന്റിലേക്ക് ഞാൻ പോവുകയാണ്. വേഗത്തിൽ, സമയമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. നെക്സ്റ്റ് വേഴ്സ് 7. യെസ്. Praise the Lord. My fifth point, merciful. What do you mean by merciful? If I ask you, are you merciful? Yes, my name is Mercy. Doesn't mean that you are merciful. Praise the Lord. Merciful. കരുണയുള്ളവർ. Hallelujah. മറ്റുള്ളവരോട് കരുണ തോന്നുന്നവർ. A compassionate heart. Do you have a compassionate heart? Hallelujah. Are you a Christian? Are you a disciple of Jesus Christ? Do you have a compassionate heart? Hallelujah. How often you feel compassionate with others? Your fellow workers? The students that studying with you in the class? The people who writes with you? The people who works with you? That guy with the wrong attitude always look down to you, Do you have a compassionate heart? How often that you produce that attitude in your life? Which means being so patient to others. How can you be patient? How long you can be patient? Right? എത്രത്തോളം നമുക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും? എത്രത്തോളം നമുക്ക് കരുണ തോന്നാൻ പറ്റും? Forgiveness. Come on, give him another chance. Can you? Look at yourself and see how many chances were given to you by God. God has given you abundance of chances. അല്ലേ? അവന് കരുണ തോന്നാതിരുന്നെങ്കിൽ നമ്മൾ ആരും രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു. Because of his mercifulness that we are saved, right? അവൻ നമ്മളോട് ക്ഷമിച്ചു. വീണ്ടും ക്ഷമിക്കുന്നു. ഇന്നും ക്ഷമിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങളും കരുണയുള്ളവരായിരിപ്പീൻ. അവന് നമ്മളോട് കരുണയുള്ളതുപോലെ നിങ്ങളും മറ്റുള്ളവരോട്. Come on, turn around and give him another chance. Give her another chance. He might have messed up 100 times. Give him another chance because you are a child of God with a compassionate heart. That means then you will receive more than you deserve. That's what it says. നിനക്ക് എന്ത് കിട്ടും? കരുണ കിട്ടും. More than you deserve. The karuna that you have is more than you deserved. God has given you more than you deserved to be saved. Amen? It is not by our merit or credit. It is all because of the grace and mercy of Almighty God that we are saved. നമുക്ക് കരുണ ലഭിക്കാതിരുന്നെങ്കിൽ നാം നരകയോഗ്യരായേനെ. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം മരണമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് ശിക്ഷയായിരുന്നു. We must have crucified. We must have punished because of our sinful nature, our character. But because of the mercy, because of the grace of God, that you are saved. ദൈവം നിന്നോട് കരുണ തോന്നിയിട്ട് നിന്നെ വീണ്ടെടുത്തതിനാൽ നിനക്കും മറ്റുള്ളവരോട് കരുണ തോന്നുവാനിടയാകട്ടെ. Have a compassionate heart. Hallelujah. നിന്നെ ഉപദ്രവിക്കുന്നവരോട് ദയ തോന്നണം നിനക്ക്, കരുണ തോന്നണം നിനക്ക്. നിന്നോ ചുറ്റുമുള്ളവരോട് നിനക്ക് കരുണ തോന്നണം. അവരോട് മനസ്സലിവുണ്ടാകണം. അവർക്ക് അവരോട് ക്ഷമിക്കുവാൻ നിനക്ക് മനസ്സുണ്ടാകണം. Then the mercy that you get is more, and you will get another chance. Amen? You gave her another chance, or you gave him another chance, so that you get more chance. Hello? You don't need to look at me like the holy saints that you are. No, we all did mistakes. We all made mistakes.
We all sinned. It is because of His mercy that we are still alive. നമ്മളെല്ലാവരും തെറ്റുകാരാണെന്നേ. ഞാൻ പുൽപ്പുറ്റി നിൽക്കുന്നത് കൊണ്ടോ ദൈവവചനം പ്രസംഗിക്കുന്നത് കൊണ്ടോ ഞാൻ നിങ്ങളെക്കാൾ വ്യത്യസ്തനല്ല. നാം എല്ലാം സമസ്വഭാവക്കാരാ. നമ്മളെല്ലാം തെറ്റുകാരാ, പാപം ചെയ്തവരാ. നമ്മളോട് അവന് കരുണയുണ്ടായിട്ട് നമ്മെ അവൻ നശിപ്പിച്ചില്ല. ആ കരുണ നമുക്കുണ്ടാകണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. This is the teachings of Jesus Christ, that you should have an attitude, have a compassionate heart. Hallelujah. വേഗത്തിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. Hallelujah. അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു. അടുത്ത വാക്യം, next verse. Pure in heart. That means, how do you know that you have a pure heart? Your action, your behavior should match with your heart. This is a very crucial point. And I can tell you, a very good percentage of church people are not true and they fake. Praise the Lord. You agree with me or not? This is the truth. Our behavior is not the same of our heart. We don't speak from heart. The truth is hidden inside, where we go blah, 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 blah. We are so diplomatic. I call it fake. You will find so many fake Christians in the church. They have bitterness in the heart, but they still smile at you. They are not true. That is not a pure heart. They come and hug you, shake your hands and say, praise the Lord. Hallelujah. Sahodara, enna vishesham? Sahodri, sugamano. They have grit. They have pain in their heart. They have anger in the heart. But they still try to smile at you. They're fake. That is not a pure heart. They're angry with you, but they still come to your house. They are fake. That is what we call corrupted. Corrupted Christian. We find them in the church. Amen. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, Jesus said. Why he said? There are people with a corrupted heart. There are pastors with a corrupted heart. There are preachers with a corrupted heart. There are so many so-called saints of God, corrupted heart. They are not true. Let me ask you, my dear brothers, sisters, young ones, how many of you are true when you come to church? How many of you are true when you meet your brethren? How many of you are true when you are in the church? Let your action and your heart be true and one. Hallelujah. You know why? He's not looking at your smile. He's not looking at your action. He's looking at your heart. Can I hear a praise the Lord for that? Not enough. Louder, please. ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. നീ കാണിക്കുന്ന ഫേക്ക് ആക്ഷൻ അല്ല ദൈവത്തിന് കാണേണ്ടത്, നിന്റെ ഹൃദയമാണ് ദൈവത്തിന് കാണേണ്ടത്. So stop that fakeness and be true with a pure heart. Hallelujah. Hallelujah. സന്തോഷത്തോടെ പരമാർത്ഥ ഹൃദയത്തോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? ഫേക്ക് ഇല്ലാതെ ആരാധിക്കാൻ എത്ര പേർക്ക് കഴിയും? ഫേക്ക് ഇല്ലാതെ ഹസ്തദാനം ചെയ്യാൻ, ഫേക്ക് ഇല്ലാതെ കൈ കൊടുക്കാൻ, സ്തോത്രം പറയാൻ, എന്നാണ്ട് വിശേഷം അമ്മാമേ എന്ന് ചോദിക്കാൻ എത്ര പേർക്ക് കഴിയും? Amen. Amen. Praise the Lord. ഈ പ്രസംഗം കഴിഞ്ഞ് കുത്തുകൊള്ളാതെ ഫേക്ക് ഇല്ലാതെ സ്നേഹത്തോടെ വന്ന് എനിക്ക് കൈതരാൻ എത്ര പേർക്ക് കഴിയുമെന്ന് ഞാനും ഒന്ന് നോക്കാൻ പോവാ. Hallelujah. Praise the Lord. Praise the Lord. Be true, pure in your heart. Amen. You should match your action with your heart. Should be same in and out. Jesus looked at those people and said, hypocrites. In one word, he described hypocrites. Kapada bhakti. Looking at their outward, look pleasant.
വൈറ്റ്, വെൽ ഡ്രസ്ഡ്. അല്ലേ? വെള്ള തേച്ച ശവക്കല്ലറകൾ. അകത്തെന്താ? ദുർഗന്ധം. അകത്ത് ദുർഗന്ധം, മരണം. അകത്ത് മരണം, അകത്ത് ദുർഗന്ധം, അകത്ത് പല്ലുകടി, അകത്ത് ഞരക്കം, അകത്ത് വേദന, അസൂയ, പിണക്കം, കോപം. പക്ഷെ പുറത്തൊന്നും അറിയുന്നില്ല. ശാന്തത. വെള്ള തേച്ചിരിക്കുക. അവരെ നോക്കി കർത്താവ് പറഞ്ഞു, കപട ഭക്തിക്കാരേ, നിങ്ങൾ സ്വർഗരാജ്യം കാണത്തില്ല. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. God wants to show himself to those people. He wants to show himself. ദൈവം അവരെ കാണിക്കാമെന്ന്. ഞാൻ ആരാണെന്ന് ഞാൻ അവരെ കാണിക്കാം. ഞാൻ ആരാണെന്ന് ഞാൻ അവരെ കാണിക്കാം. ഫേക്ക് ചെയ്യുന്നവരെ അല്ല. ദൈവത്തിന് സ്തോത്രം. ആരെ കാണിക്കും? പ്യൂർ ഹാർട്ടഡ്, കറപ്റ്റഡ് അല്ലാത്തവരെ. അവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടാമെന്ന്. എത്ര ഉച്ചത്തിൽ ഇവിടെ കിടന്ന് ബഹളം വെച്ചാലും ദൈവം വെളിപ്പെടത്തില്ല. ഇവിടെ തലകുത്തി മറിഞ്ഞാലും ദൈവം വെളിപ്പെടത്തില്ല. എത്ര 21 41 ഉപവാസ പ്രാർത്ഥന വെച്ചാലും ദൈവം വെളിപ്പെടത്തില്ല. കറപ്റ്റഡ് ആണെങ്കിൽ ദൈവം വെളിപ്പെടത്തില്ല. പ്യൂർ ഹാർട്ട് ആണെങ്കിലേ ദൈവം വെളിപ്പെടത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്തിന്റെ മുഖം മൂടി വലിച്ചെറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ കമിഴ്ന്നു വീണ് കരഞ്ഞു നിലവിളിച്ച് വിശുദ്ധിയോടെ, ഹൃദയശുദ്ധിയോടെ എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ അവരുടെ മുമ്പിൽ ദൈവം വെളിപ്പെടും. ഏത് വലിയ പ്രസംഗകനെ കൊണ്ടുവന്നാലും, ഏത് വരപ്രാപ്തനെ വരുത്തി മീറ്റിംഗ് നടത്തിയാലും ദൈവം വെളിപ്പെടത്തില്ല. ദൈവം വെളിപ്പെടുന്നത് ഹൃദയശുദ്ധിയുള്ളവന്റെ മുൻപിലാ. If you are pure hearted, God will reveal himself to those, not to the fake. Hallelujah. പണമുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്താം. പൈസ ഉണ്ടെങ്കിൽ ഏത് ഗസ്റ്റിനെയും വരുത്താം. എന്ത് വലിയ മീറ്റിംഗ് നടത്താം. കോൺഫറൻസോ PCNACO എന്ത് വേണമെങ്കിലും നടത്താം. പക്ഷെ ദൈവം വരത്തില്ല. അവിടെ വരുന്നവർ മനുഷ്യർ മാത്രമാ. പക്ഷെ ദൈവം വരണമെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവന്റെ വീട്ടിൽ ദൈവം വരും. ഹൃദയശുദ്ധിയുള്ളവന്റെ കൂട്ടായ്മയിൽ ദൈവം വരും. ഹൃദയശുദ്ധിയുള്ളവന്റെ ഉപവാസ പ്രാർത്ഥന ദൈവം വരും. ഭവന പ്രാർത്ഥനയ്ക്ക് ദൈവം വരും. സഭായോഗത്തിന് ദൈവം വരും. കൺവെൻഷന് ദൈവം വരും. നീ എവിടെ കൂടിയാലും നിന്റെ ഹൃദയശുദ്ധി നിമിത്തം ദൈവം തന്നെ നിനക്ക് വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാക്കുകൾ വേഗത്തിൽ നിർത്തുന്നു, സമയം പരിമിതമായതുകൊണ്ട്. അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. ദൈവം നിന്നെ വിളിച്ചത് ഹൃദയശുദ്ധിയോടെ ജീവിക്കാനാണ്. എങ്കിൽ അവൻ നിന്നെ അവനെ തന്നെ കാണിക്കും. അടുത്ത വാക്യം, ഒടുവിലത്തെ വാക്യം 10, 11, 12 സോറി, സമാധാനം. ഓക്കെ, 9 കൂടെ വായിച്ച്. ആമേൻ. മതി നീ നിർത്തിക്കോ. പീസ് മേക്കേഴ്സ്. ആരാണ് പീസ് മേക്കേഴ്സ്? The people those who are not trying to argue and fight. അല്ലേ? എൻ്റെ പോയിന്റാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ രാത്രിയും പകലും അധ്വാനിക്കുന്നവർ. Arguments. Even in the church people argue. Do you know that? Oh, come on. I'm speaking about you, right? You know that, right? നിങ്ങളുടെ നോട്ടം കണ്ടാൽ ഞാൻ നിങ്ങളെ അടിക്കുന്ന പോലെ നിങ്ങൾ എന്നെ നോക്കുന്നു. ഞാൻ പൊതുവെ പറയും, I'm not talking about you. I'm talking about church at Dallas. Please, praise the Lord. Hallelujah. There are arguments even in the church. വീട്ടിൽ പിന്നെ അതിനൊരു കുറവില്ലല്ലോ. Husband wants to prove his points and wife wants to prove her points. And all children wants to prove their points. And they all come together to prove their points. And they will fight each other when the parents are not there. Praise the Lord. Who are the peacemakers? Can you tell me who are the peacemakers of your family? You don't need to lift your hands. നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്ന ആരാ? സമാധാന പ്രിയ ആരാ? ഹല്ലേലൂയ. വിറുത തലയാട്ടുന്ന വിറുതറാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആയിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. മറ്റുള്ളവർ വഴക്കാളികളെന്നല്ല എൻ്റെ അർത്ഥം. സ്തോത്രം. ആരാ എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നവർ? തമ്പിച്ചാൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇനി അനുഗ്രഹിക്കട്ടെ ധാരാളമായി.
സ്തോത്രം. സമാധാന പ്രിയർ, അവർക്ക് എന്തുണ്ടാകും? They will be called children of God. മറ്റതൊക്കെ ആരാ? Children of devil. ആർഗ്യുമെന്റ് ഉണ്ടാക്കുന്നവര്, ഫൈറ്റ് ഉണ്ടാക്കുന്നവര്. കാരണം ദൈവത്തിന്റെ മക്കൾ ആരാ? സമാധാന പ്രിയർ. അവൻ വന്നത് എന്തിനാ? സമാധാനം ഉണ്ടാക്കാനാ. Jesus came to give you peace, and we are the peacemakers, not the fight makers. We are not called to fight each other. അടിക്കുക, നമ്മളെങ്ങനെ പിടിക്കുക, നമ്മൾ പിടിച്ച വശം, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ്. ഞാൻ കൊമ്പുള്ള മുയലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. Praise the Lord. വിട്ടുകൊടുക്കല, മക്കളും വിട്ടുകൊടുക്കല, അപ്പനും വിട്ടുകൊടുക്കല, അമ്മയും വിട്ടുകൊടുക്കല. ചിലപ്പോഴൊക്കെ മിക്കവാറും അമ്മമാരാ അതിൻ്റെ മീഡിയേറ്റേഴ്സ്, അഡ്വക്കേറ്റ്സ്. 2 വശത്തും കൂടെ പാലം കൂട്ടി അടുപ്പിക്കുന്ന അമ്മയാ സമാധാനം ഉണ്ടാക്കാൻ വരുന്നേ. Praise the Lord. നമ്മൾ ആരാ? ദൈവത്തിൻ്റെ മക്കൾ. We will be called child of God if you are the peacemakers. I don't have time to explain. I wish I can stand there for some more time and speak, but unfortunately I have to move forward. Let me read one more Bible passage. Hebrew 12:14. What Bible says? The writer of the book of Hebrews says, Hebrew 12:14. പെട്ടെന്നെടുത്ത് വായിച്ചാട്ടെ. Amen. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തിന് മഹത്വം. So disagreement, fight, argument, even in the church or in the family or in any other place that you dwell. Okay? That's a wrong attitude that you are taking towards God. But you are willing, if you are willing to take the last seat, and I would call you a peacemaker. ചിലർക്ക് അങ്ങനെ, ഞാൻ പറയുന്നിടത്ത് എനിക്ക് വേണ്ട സീറ്റ് എനിക്ക് കിട്ടണം, എൻ്റെ സ്ഥാനം ഞാൻ വിട്ടാർക്കും വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ പൊസിഷൻ വിട്ട് ഞാൻ കളിക്കത്തില്ല, ഞാൻ ഒന്നാമനായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. വായിച്ചൊരു വാക്യം കൂടെ, കൊരിന്ത്യർക്ക് ഇതിലെ 2 കൊരിന്ത്യർ, 2 Corinthians 4:8-10. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, we are persecuted but not, that's my favorite passage. We are persecuted, we are hard pressed from every side. അല്ലേ? ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഉപദ്രവമില്ലെന്നല്ല, കഷ്ടമില്ലെന്നല്ല, ക്രഷ്നസ് ഇല്ലെന്നല്ല, ഉണ്ട് അല്ലേ? But we are not forsaken. We are persecuted. നിന്നെ പെർസിക്യൂട്ട് ചെയ്തോട്ടെന്നേ, നിന്നെ ഉപദ്രവിച്ചോട്ടെ, നിന്നോട് ആർക്കി ചെയ്തോട്ടെ, നീ സമാധാനം ആചരിക്കുക. അടുത്ത വാക്യങ്ങൾ വേഗം വായിച്ചു നിർത്താം. 10-11. യേശുവിന്റെ ജീവൻ നിങ്ങളുടെ, സോറി അതല്ല, ഗോ ബാക്ക് ടു Matthew chapter 5. Go ahead. Amen. നോക്കിയേ, ദൈവത്തിന് സ്തോത്രം. വായിക്കുന്ന ഇങ്ങനെയാണ് ഒടുവിലത്തെ വാക്യം. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. ദൈവത്തിന്റെ മഹത്വം. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, മറ്റുള്ളവർ നിങ്ങളെ നിരുപാധികം ഉപദ്രവിക്കുമ്പോൾ സന്തോഷിപ്പീൻ. Don't argue back. Don't go to fight back. Don't take a chance to rebel against the people, but make peace in your life and in the life of other people. That's what you are called for. While you are you are called peacemaker, what are you going to get? You will be called as a child of God.
ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്നോട് വായിച്ചത് ഇങ്ങനെയാണ്. ആമേൻ. കഷ്ടപ്പാടുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്, സഹിക്കുന്നുണ്ട്, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നുണ്ട്, എങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നുണ്ട്, എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നുണ്ട്, എങ്കിലും നശിച്ചു പോകുന്നില്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ തകർച്ചയാ, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. മറ്റുള്ളവരുടെ നോട്ടത്തിൽ വീണ് കിടക്കുക. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, നശിക്കാൻ ദൈവം നിന്നെ അനുവദിച്ചിട്ടില്ല. യു ആർ ഹാർഡ് പ്രസ്ഡ് ബട്ട് യു ആർ നോട്ട് ഡിസ്ട്രോയിഡ്. അല്ലേ? ഉപദ്രവിച്ചു നിന്നെ മറ്റാരെക്കാളും, പക്ഷെ നീ നശിച്ചു പോയില്ല. അത് ദൈവത്തിന്റെ കൃപയാ. നിന്നെ വീഴ്ത്തി, പക്ഷെ നീ നശിച്ചിട്ടില്ല. നീ വീണിട്ടുണ്ടെങ്കിൽ നശിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. You are persecuted but not forsaken. You will be remembered. The God in heaven will see you all the time. മറ്റുള്ളവർ നിന്നെ ഉപദ്രവിക്കുന്ന ദൈവം കാണുന്നില്ലെന്നാണോ? മറ്റുള്ളവർ നിന്നെ വേദനിപ്പിക്കുന്നത്, കരയിപ്പിക്കുന്ന ദൈവം അറിയുന്നില്ലെന്നാണോ? ഇല്ല, ദൈവം അറിയുന്നു. നിന്നെ ഉപദ്രവിക്കുന്നത് ദൈവം കാണുന്നു. നിന്നെ കരയിക്കുന്നത് ദൈവം കാണുന്നു. നിന്നെ വേദനിപ്പിക്കുന്നത് ദൈവം കാണുന്നു. ദൈവം നിന്നെ കൈവിടത്തില്ല. സഹോദര, സഹോദരി, നിന്നോട് കൂടെ ദൈവമുണ്ട്. അവൻ നിന്നോട് കൂടെയുണ്ട്. നീ അവനോടൊപ്പം മലയിലേക്ക് കയറി നിൽക്കുക. പുരുഷാരത്തോട് കൂടെയല്ല, വ്യത്യസ്തനാണ് നീ. ദൈവത്തോടടുത്തു നിൽക്കേണ്ടവൻ, ക്രിസ്തുവിന്റെ ഭാവം ധരിക്കേണ്ടവൻ, സൗമ്യത ധരിക്കേണ്ടവൻ, സമാധാന പ്രിയനാകേണ്ടവൻ, ദൈവകരുണയോടെ ജീവിക്കേണ്ടവൻ, ദൈവകൃപയോടെ ജീവിക്കേണ്ടവൻ, പ്യുവർ ഹാർട്ട് ഉള്ളവൻ, ഹൃദയശുദ്ധിയുള്ളവൻ. നിന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ട് നിന്റെ തകർച്ച ആസ്വദിക്കാൻ ദൈവം ശത്രുവിന് അനുവദിക്കുകയില്ല. നിന്നിൽ നടക്കുന്ന ഉയർച്ചകൾ, താഴ്ചകൾ ദൈവം അറിയാതെയല്ല, ഉന്നതികളിൽ ദൈവം കാണുന്നു. ഇന്ന് നിന്റെ കണ്ണുനീര്, നിന്റെ പിടച്ചിൽ, നിന്റെ വേവലാതി, നിന്റെ വെപ്രാളം സ്വർഗത്തിലിരുന്ന് രണ്ട് കണ്ണുകൾ വീക്ഷിക്കുന്നുണ്ട്. സഹോദര, സഹോദരി, നീ ഉപദ്രവിക്കപ്പെട്ടു, പക്ഷെ നശിച്ചിട്ടില്ല. നീ നശിക്കാൻ ദൈവം സമ്മതിക്കത്തുമില്ല. വാക്കുകൾ നിർത്തുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ എവിടെയാണ്? This is a time for you and me to analyze ourselves and think, what are we? Where are we standing? The next verses in the same chapter speaks about the relationship with each other. Verses 22 to 27. But I don't have time to go for that. But I'm going to conclude it here tonight. But let me ask you before I conclude with prayer, my sisters, my brothers, where are you standing? What is your attitude like? Beatitude of Jesus Christ, that he spoke on the mountain, is still coming to you personally, so sharp into your heart to correct you, to make you, to mold you. He is still calling you. Turn around and follow Jesus. Be in the footstep of Jesus. Let's close our eyes. എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പിടഞ്ഞ് വികസിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് സംസാരിച്ചു എന്ന് ബോധ്യമുള്ളവർ ഹൃദയം തുറന്ന് ദൈവത്തോട് പറ, കർത്താവേ, എന്നോട് പൊറുക്കണം, വന്നുപോയ അപരാധങ്ങൾ ക്ഷമിക്കണം, തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. അറിഞ്ഞും അറിയാതെയും ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയത്, hallelujah, knowing or unknowing, that I went far away from Jesus. I did not keep my attitude. I failed and I became the worldly person. I ran away from God. I did not follow the teachings of Jesus Christ. Forgive me, Lord. Have mercy on me even tonight. Can you pray with me tonight? My sister, my brother, God has a heart for you. ദൈവം നിന്നെ ഇന്ന് രാത്രി വിളിക്കുക. ദൈവത്തിന് നിന്നോട് പ്രിയമുണ്ട്. നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. നിന്നെ സ്വർഗരാജ്യത്തിലാക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന്റെ മോനെന്ന് മോളെന്ന് വിളിക്കാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് നിന്നെ ചേർത്ത് നിർത്താൻ, അവനെ തന്നെ നിനക്ക് വെളിപ്പെടുത്താൻ അവന് ഇഷ്ടമാണ്. പക്ഷേ അവൻ പറഞ്ഞതുപോലെ നിന്റെ ജീവിതം ക്രമപ്പെട്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ട നിങ്ങളിൽ ആരെങ്കിലും അവൻ ക്രമപ്പെടാനുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിന് മുമ്പിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നെങ്കിൽ, please, please, please repent and confess and come back to the Lord and pray, Lord, forgive me. Lord, forgive me, and I made mistakes in my life. Forgive me that I heard the word of God tonight. That was to me. God has been speaking to me and my life. That I submit myself into the word, in front of the word of God. Lord, help me that I want to be a person who is not fake,
I want to be a true person with a pure heart in the presence of the Lord. വിശുദ്ധിയോട് ആരാധിപ്പാൻ, വിശുദ്ധിയോടെ ജീവിപ്പാൻ, പരമാർത്ഥ ഹൃദയത്തോടെ ജീവിപ്പാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്ക്. അഭിമാനക്ഷയം ഭയന്നിട്ട് നിങ്ങൾ പിന്മാറി പോകരുതേ. നാശത്തിലേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. ദൈവത്തിന് മുമ്പിൽ ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുവാൻ നിഷ്കളങ്ക മനോഭാവം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ പരമാർത്ഥ ഹൃദയമുള്ള വ്യക്തിയല്ല. ദൈവത്തിന്റെ മുമ്പിൽ മടങ്ങി വരുവാനും അനുദപിക്കുവാനും കരയുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കറപ്റ്റഡ് ആണെന്നുള്ള കാര്യം തിരിച്ചറിയണം. വിശ്വാസിയെ, ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് ആമേൻ, ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, പരമാർത്ഥ ഹൃദയത്തോടെ നിൽപ്പാൻ കഴിയട്ടെ. മുഖം മൂടിയില്ലാതെ നിൽപ്പാൻ കഴിയട്ടെ. വചനത്തിന്റെ മുമ്പിൽ നിന്റെ മുഖം മൂടിയെല്ലാം മാറിപ്പോകട്ടെ. പരിശുദ്ധനായവന്റെ മുമ്പിൽ നിഷ്കളങ്കതയോടെ നിന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായി shall we all stand together to pray and submit ourselves.